നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാറ്റൂരിൽ 2 ദിവസം മുൻപ് കാണാതായ 19കാരിയുടെ മരണത്തിൽ ദുരൂഹത ഏറുകയാണ്. ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിനിയെ വീടിന് സമീപം ആളൊഴിഞ്ഞ പറമ്പിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം തുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെയും ഷിനിയുടെയും മകൾ ചിത്രപ്രിയയെയാണ് മണപ്പാട് ചിറയ്ക്ക് സമീപം അഴുകിയ നിലയിൽ കണ്ടെത്തിയത്. 19 വയസ്സായിരുന്നു ചിത്രപ്രിയയുടെ പ്രായം. ചിത്രപ്രിയയുടെ തലയിൽ ആഴത്തിലുള്ള മുറിവേറ്റ നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. ഇതാണ് കൊലപാതക സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതായി സൂചനയുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് കാലടി പോലീസ് അന്വേഷിച്ചു വരികയാണ്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. വീടിന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം അകലെ സെബിയൂർ റോഡിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബംഗളൂരിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിനിയായ ചിത്രപ്രിയയെ ശനിയാഴ്ച മുതലാണ് കാണാതായത്. തുടർന്ന് മാതാപിതാക്കൾ കാലടി പോലീസിൽ പരാതി നൽകിയിരുന്നു. കേസിന്റെ നിർണായക വഴിത്തിരിവായേക്കാവുന്ന വിവരങ്ങൾക്കായി പോലീസ് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് വിധേയമാക്കി. മരണം സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നതിനായി ആൺ സുഹൃത്തിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. മൃതദേഹത്തിന് പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഈ ദുരൂഹ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും തലയിൽ മാരകമായ ഒരു മുറിവ് ഉണ്ട്. അതാണോ മരണകാരണം? മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ഉപദ്രവം നേരിട്ടിരുന്നോ? ആരാണ് ഇത്തരത്തിൽ കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നറിയില്ല. എന്താണ് സംഭവിച്ചത്? ഇനി ഈ ഒരു ഭാഗത്തേക്ക് പോയപ്പോൾ കാല് വഴുതി വീണതാണോ എന്നടക്കമുള്ള സംശയവും ഉയരുന്നുണ്ട്. എന്തായാലും 19 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി വീടിന്റെ തൊട്ടടുത്ത ഇങ്ങനെ മരിച്ച നിലയിൽ അഴുകിയ നിലയിലാണ് ശരീരം കിടക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ പരിസരത്തും ചുറ്റുവട്ടത്തും ആരും പരിശോധിക്കുന്നതിനായി ഇറങ്ങിയില്ലേ? മാത്രമല്ല ആളൊഴിഞ്ഞ പ്രദേശമാണോ ഇത്? അങ്ങനെ നിരവധി സംശയങ്ങളാണ് ഉള്ളത്. ഇല്ലെങ്കിൽ മറ്റൊരിടത്ത് മരണപ്പെട്ടതിനു ശേഷം ഇവിടേക്ക് ആരെങ്കിലും കൊണ്ടു ശരീരം ഉപേക്ഷിച്ചതാണോ എന്നുള്ള സംശയം പോലും ഉയരുകയാണ്. എന്തായാലും 22 വയസ്സുകാരുടെ കൊലപാതകവും കൂടി വാർത്ത കൂടി നമ്മെ ഞെട്ടിക്കുകയാണ്. അത് കർണാടകയിലെ ബാംഗ്ലൂരിൽ തന്നെയാണ്. 22 വയസ്സുള്ള വിദ്യാർത്ഥിനി കാമുകന്റെ ബ്ലാക്ക് മെയിലിംഗിനും വഞ്ചനയ്ക്കും ഇരയായി ആത്മഹത്യ ചെയ്തത്. മൈസൂരുവിലെ ഒരു സ്വകാര്യ കോളേജിൽ MSc ബയോടെക്നോളജി വിദ്യാർത്ഥിനിയായ വർഷിണി എന്ന 22 വയസ്സുകാരിയാണ് ബംഗളൂരു സൗത്ത് ജില്ലയിലെ രാമനഗര വിഭുതിക്കരെ ഗ്രാമത്തിലുള്ള വീട്ടിൽ തൂങ്ങി മരിച്ചത്. ഞായറാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് കിടപ്പുമുറിയിലെ സീലിംഗ് ഫാനിൽ വർഷിണിയെ തൂങ്ങിയ നിലയിൽ അമ്മ കാണുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പിതാവിന് നഷ്ടപ്പെട്ട വർഷിണി അമ്മയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്ത ആത്മഹത്യാ കുറിപ്പിൽ യുവതിയുടെ ആൺ സുഹൃത്തായ തുംകുരു സ്വദേശി അഭിഷേകിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി തന്നെ ചതിച്ചു, സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി, നിരന്തരമായി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു, ഗർഭിണിയാക്കിയ ശേഷം ഗർഭചിത്രം നടത്താൻ കാമുകൻ നിർബന്ധിച്ചു, ആൺ സുഹൃത്ത് തന്നിൽ നിന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കിയതായും കുറിപ്പിൽ പറയുന്നുണ്ട്. ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വർഷിണിയുടെ ആൺ സുഹൃത്തായ അഭിഷേകിനെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു. നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വർഷിണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ബ്ലാക്ക് മെയിലിംഗ്, ലൈംഗിക ചൂഷണം തുടങ്ങിയ ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ സംഭവം സമൂഹത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സൂക്ഷിക്കേണ്ടത് പെൺകുട്ടികൾ തന്നെയാണ്. എത്ര സ്നേഹമുള്ള ഉള്ള ആളാണെങ്കിലും, എത്ര സ്നേഹനിധിയായ കാമുകനായാലും സ്വകാര്യ ചിത്രങ്ങൾ ചോദിക്കുമ്പോൾ 2ഉം 3ഉം 100ഉം വട്ടം ആലോചിക്കുക, അയച്ചു കൊടുക്കാതിരിക്കുക. അങ്ങനെ അയച്ചു കൊടുത്തുള്ള പ്രേമബന്ധം വേണ്ട എന്ന് വെക്കുക. വേണ്ട എന്ന തീരുമാനം എടുക്കുന്നിടത്തുനിന്നാണ് ഇത്തരം ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും വഴിവെക്കുന്ന സാഹചര്യങ്ങൾക്ക് തടയിടുന്നത്. അതുകൊണ്ട് നമ്മൾ തന്നെ സംരക്ഷിക്കുക. വലിയ 2025 വലിയവായി വർത്താനം പറയാൻ അറിയാൻ, അല്ലെങ്കിൽ നമ്മളൊക്കെ തന്നെ വലിയ യുവതികളാണ് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ ഉണ്ടാകാൻ പോകുന്നത്. യുവതികളാണെന്ന് വിചാരിക്കുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പവുമില്ല. യുവതികളാണ്, നമുക്ക് അഭിമാനിക്കാം. പക്ഷെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. നോ എന്ന് പറയുന്നിടത്ത് നോ എന്ന് പറയാൻ നമ്മൾ മടിക്കരുത് എന്നുകൂടി വ്യക്തമാവുകയാണ്.